രേണു സുധിയുമായുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴും കുഞ്ഞനുജന് പിറന്നാൾ ആശംസകളുമായി കിച്ചു സുധി എത്തി. ഋതപ്പൻ എന്ന് വിളിക്കുന്ന ഋതുലിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വൈകാരികമായ കുറിപ്പാണ് കിച്ചു സുധി പങ്കുവച്ചത്. ഋതപ്പനൊപ്പമുള്ള കുഞ്ഞുനാളിലെ ചിത്രങ്ങളും കിച്ചു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. രേണു സുധിയും കിച്ചുവും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ കൂടിയാണ് പിറന്നാൾ ആശംസകൾ പ്രിയപ്പെട്ട അനിയ എന്നു തുടങ്ങുന്ന പോസ്റ്റിലെ വാചകങ്ങൾ ശ്രദ്ധേയമാവുന്നത്. ഇപ്പോൾ ഋതപ്പന് കാര്യങ്ങളൊന്നും മനസ്സിലാകില്ലെങ്കിലും ഒരു നാൾ അതൊക്കെ മനസ്സിലാകുമെന്ന് കിച്ചു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അനിയനൊപ്പം താൻ എക്കാലവും ഉണ്ടാകുമെന്നും കിച്ചു കുറിക്കുന്നു. പിറന്നാൾ ആശംസകൾ പ്രിയപ്പെട്ട അനിയ. ഇപ്പോൾ എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ല. പക്ഷേ ഒരു കാര്യം മാത്രം പറയാം. എന്തൊക്കെ സംഭവിച്ചാലും നിനക്കൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ ചിലപ്പോൾ നിനക്ക് മനസ്സിലാകുന്നുണ്ടാകില്ല. പക്ഷേ ഒരു ദിവസം നിനക്കെല്ലാം മനസ്സിലാകും. അതുവരേക്കും ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നീ എനിക്ക് അത്രയേറെ വലുതാണ്. നമ്മൾ എത്ര അകലെ ആണെന്നതോ നമുക്കിടയിൽ എന്ത് സംഭവിക്കുന്നു എന്നതോ വിഷയമല്ല. എന്റെ ഹൃദയത്തിൽ നിനക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാകും. പിറന്നാൾ ആശംസകൾ ഋതപ്പ എന്നാണ് കിച്ചു സുധി കുറിച്ചിരിക്കുന്നത്. കിച്ചുവിന്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ നിരവധി പേരാണ് ഋതപ്പന് പിറന്നാൾ ആശംസകൾ നേർന്ന് രംഗത്തെത്തിയത്. ഒപ്പം ചേട്ടനും അനുജനും തമ്മിലുള്ള സ്നേഹബന്ധം ഇതിലും നന്നായി മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്ന ആശംസകളും പോസ്റ്റിന് താഴെ എത്തി. കൊല്ലം സുധിയുടെ മരണശേഷം ലഭിച്ച വീട്ടിലാണ് രേണു സുധിയും കുടുംബവും താമസിക്കുന്നത്. കൊല്ലം സുധിയുടെ കുടുംബത്തിനൊപ്പമാണ് കിച്ചുവിന്റെ താമസം. ബിഗ് ബോസിന് ശേഷം രേണു സുധി ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാവുന്നത്. രേണു സുധി അസുഖബാധിതയായിട്ട് പോലും കിച്ചു കാണാൻ പോയിരുന്നില്ല. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണ് അകൽച്ചയ്ക്ക് കാരണമെന്ന് കിച്ചു തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ കിച്ചുവിനെതിരെ വിമർശനവുമായി രേണുവും രംഗത്ത് വന്നു. ഋതുൽദാസ് ആണ് തന്റെ മകനെന്നും കിച്ചുവിനെ 7 വർഷം പൊന്നുപോലെ നോക്കിയത് മറന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നതെന്നും രേണു തുറന്നടിച്ചു. തന്നെ വേണ്ടാത്തവരെ തനിക്കും വേണ്ടെന്നും തനിക്കെതിരെ ഓരോ ബ്ലോഗർമാർക്ക് വിവരങ്ങൾ കിച്ചു കൊടുക്കുന്നുണ്ടെന്നും രേണു ആരോപിക്കുന്നു.